എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, നമ്മളൊക്കെ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? നമുക്ക് പലരെയും സ്നേഹിക്കാൻ കഴിയും, പക്ഷെ അതുപോലെ തിരിച്ച് ഒരു സ്നേഹം നമുക്ക് തരാൻ പലർക്കും കഴിയുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതല്ല, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? നമുക്ക് ആരെ സ്നേഹിക്കാൻ കഴിയും? നമ്മൾ സ്നേഹിക്കുന്ന ആ ആള് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, നമ്മളത് ചിന്തിക്കാറുമില്ല. നമുക്ക് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പലരോടും ആത്മാർത്ഥമായിട്ടുള്ള മനസ്സ് തട്ടിയിട്ടുള്ള സ്നേഹം ഉണ്ടാവും. അവരൊക്കെ തിരിച്ച് നമ്മളെ അതുപോലെ കാണുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അവരതേ അർത്ഥത്തിലാണോ നമ്മളോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിൽ കണ്ട പോലെയാണോ അവർ തിരിച്ചിങ്ങോട്ട് കാണുന്നത് എന്നൊന്നും നമ്മൾ ആരും ചിന്തിക്കാറില്ല. നമുക്ക് അവരോട് ഭയങ്കരമായ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരോട് ഭയങ്കരമായ സ്നേഹമാണ്. അത് അവരുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പലർക്കും പല പല കാര്യങ്ങളിലാവും ഒരു വ്യക്തിയോട് താല്പര്യം തോന്നുന്നത്, അല്ലേ? ചിലർ അവരുടെ സൗന്ദര്യത്തിലാവാം, ചിലർക്ക് അവരുടെ പെരുമാറ്റത്തിലാവാം, ചിലർക്ക് അവരുടെ വസ്ത്രധാരണ രീതിയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും പലരോടും നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട്. അവരവരുടെ മനസ്സിൽ ആ വ്യക്തിയെ കാണുന്നത് പോലെയാണ് ആ ആളോടുള്ള സ്നേഹം. പലപ്പോഴും നമുക്ക് ആരും ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. നമുക്ക് പലരോടും ഭയങ്കര സ്നേഹം തോന്നിക്കും, അല്ലേ? അവർക്ക് നമ്മളോട് തിരിച്ച് ചിലപ്പോൾ അവരുടെ മനസ്സിലോ അവരുടെ ചിന്തയിലും പോലും നമ്മൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യരെ കണ്ടുമുട്ടി എന്നുള്ളതല്ല, നിങ്ങളിലെ നല്ല മനുഷ്യനെ എത്ര പേർ കണ്ടുമുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഉള്ളിലുള്ള നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം, നല്ലൊരു കാര്യം എത്ര പേർ മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം, അല്ലേ? നമ്മൾ പലരെയും കണ്ടുമുട്ടുമ്പോൾ നമുക്ക് പലരും നല്ലതാണെന്നൊക്കെ നമുക്ക് തോന്നും. പലരുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അവർ നല്ല ആളാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നേരമൊക്കെ നമ്മൾ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അവരെത്ര നല്ല ആളാണ്, അല്ലെങ്കിൽ എന്തൊരു നല്ല വ്യക്തിത്വമാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊക്കെ ഒരു നേരം നമ്മളവരെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ വല്ലപ്പോഴുമാണ് നമ്മളവരെ കണ്ടുമുട്ടിയതെങ്കിൽ അപ്പം മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളിലുള്ള വ്യക്തിത്വം എത്ര പേർ കണ്ടുമുട്ടി എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളെന്ന വ്യക്തിയെ എത്ര പേർ മനസ്സിലാക്കി എന്നുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം എത്ര പേർക്ക് അറിയാം എന്നുള്ളതൊക്കെയാണ് കാര്യം. അല്ലാതെ മറ്റൊരാളിലെ നന്മ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ നമ്മളിലെ നന്മ മറ്റൊരാൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അതിനൊരു മഹത്വം ഉണ്ടാകുന്നത്, അല്ലേ? നമ്മൾ എത്ര പേർ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിഞ്ഞ് നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമാണ് അതിനൊരു മഹത്വം ഉണ്ടാകുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരുപാട് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി നല്ലതിനെ കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അത് നല്ലതായി തീരുള്ളൂ. നിങ്ങൾക്കൊക്കെ ആലോചിച്ചറിയാം, പല കഴിവുകളും പല സന്ദർഭങ്ങളിലും നമുക്കത് കാണിക്കാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പലർക്കും ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമ്മുടെ നന്മയെ അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ വ്യക്തിത്വം പുറത്തെടുത്തിട്ടുണ്ടാവും. നല്ലത് ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങളും എവിടെയും പാഴാക്കരുത്. നമ്മളെന്ന വ്യക്തിയെ അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ തിരിച്ചറിയുള്ളൂ. നമ്മൾ നന്മ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിലെ വ്യക്തിത്വം പുറത്തു വരുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ നന്മയിലൂടെ മാത്രമാണ് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മൾ എന്തെങ്കിലും കുഞ്ഞു മോശം കാര്യങ്ങൾ ചെയ്താൽ പോലും പെട്ടെന്ന് നമുക്ക് മോശമാണെന്നുള്ള നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊന്നായിരിക്കില്ല ചില പ്രവൃത്തികൾ ചെയ്യണത്. പക്ഷെ അതിൻ്റെ പരിണതഫലം വരുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ അറിഞ്ഞ് ചെയ്തതാണോ അറിയാതെ ചെയ്തതാണോ എന്നുള്ള കാര്യമൊന്നും അവിടെ പ്രസക്തമല്ല. നമ്മളെ അവർ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഒരു അവസരം ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. മറ്റൊരാളുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം എത്രയാണെന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, അല്ലേ? നമ്മൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താൽ മാത്രമായിരിക്കും മറ്റൊരാളുടെ മനസ്സിൽ നമുക്കൊരു ഇടമുണ്ടാവുക. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിഞ്ഞു, നമ്മളെന്താണെന്നുള്ളവർ വ്യക്തമായിട്ടും മനസ്സിലാക്കി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. നമ്മളവരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നു അവർ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ മനസ്സെന്താണ്, നമ്മളെന്താണെന്നൊന്നും അവർക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെയാണ് സ്നേഹിക്കുന്നത്, അവർ നമ്മളെയല്ല. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക, നമ്മളെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക, നമ്മളെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക.
നമ്മളുടെ ഓരോ നന്മയും കാണാൻ സാധിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ വെറുക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ തിന്മ മാത്രമായിരിക്കും അവരുടെ കാഴ്ചയിലുണ്ടാവുക. അവർ നമ്മളുടെ ഏറ്റവും മോശമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് മാത്രമായിരിക്കും അവരെ കണ്ണിലുണ്ടാവുക. ഇനി നമുക്കൊരു മോശം ഇല്ലെങ്കിൽ കൂടിയിട്ടും അവർ നമ്മുടെ മോശം വശങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നമ്മളെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ മോശമായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ നമ്മളിലുള്ള കുറവുകളെ പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് കുറവുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, പക്ഷേ അവരില്ലെങ്കിലും കൂടി നമ്മൾ കുറവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മളോട് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളോട് താല്പര്യമില്ലാത്ത ഒരാൾക്ക് മാത്രമാണ് നിങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെയൊക്കെ കൂടുതൽ കാണാൻ സാധിക്കുക. മറ്റ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്തില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതും കുറ്റപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണ്. നമ്മളെ അധിക്ഷേപിക്കുന്നതും നമ്മളെ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളോട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതും നമ്മളെ മോശം അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നതും രണ്ട് അവസ്ഥയാണ്. നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചു വരുമ്പോൾ നമുക്ക് ഒരിക്കലും വേദനിക്കില്ല, പക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേദനിക്കും. അതാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായി ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ വ്യക്തിക്കും ഇത് സംഭവിച്ചിട്ടുള്ളതുമായിരിക്കും. നമ്മളോട് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അത് ചെയ്ത് ശരിയായില്ല കേട്ടോ, അതിങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളടുത്ത് പറയുമ്പോൾ നമുക്ക് അതൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ സങ്കടമായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. ഞാൻ ചെയ്ത് ശരിയാവാഞ്ഞിട്ട് അത് പറഞ്ഞതാണ് എന്നുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ നീ എന്തിനത് ചെയ്തു, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകരുകയാണ് ചെയ്യുക. നമ്മൾ അതിലും ബെറ്ററായിട്ട് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ വരും നമ്മൾ ഏറ്റവും മോശമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു തളർത്തലിൻ്റെയും ഭാഗമാണ് കേട്ടോ. ഈ കുറ്റപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഒരു തളർത്തലിൻ്റെയും ഭാഗമാണ്. നമ്മളെ തളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് മാത്രമാണ് നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നതും അതൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്തതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ടും നമ്മളോട് പറയുകയാണ് അതൊന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, ഇങ്ങനെയും കൂടി ചെയ്ത് നോക്കൂ, അപ്പോൾ ഒന്നും കൂടി നിനക്കത് ബെറ്ററായി ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്താണ്, ശരിയാണ്, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണെങ്കിലും പോലും നമ്മൾ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതാണ് കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ശരിയായില്ലെങ്കിൽ പോലും അതിനെ പറഞ്ഞ് തിരുത്തി തരുന്നതും തമ്മിലുള്ള വ്യത്യാസം. പലരും തിരുത്താനല്ല ശ്രമിക്കുക, കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുക. അത് നമ്മളുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് നമ്മളെ തിരുത്തലല്ല വേണ്ടത്, നമ്മളെ അടിച്ചമർത്തലാണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് നയിക്കലാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ മാത്രമാണ് നമ്മൾ തളരുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. ഇതൊക്കെ മനുഷ്യന് വന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏതൊരു റിലേഷനിലായാലും ഏതൊരു ബന്ധത്തിനകത്തായാലും പലർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും നമ്മുടെ കുറവുകളെ കാണില്ല, നമ്മുടെ കഴിവുകളെ മാത്രമായിരിക്കും അവർ കാണുക. നമുക്ക് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളും കൂടി അവർ നമ്മളോട് പറയും, നീ ചെയ്ത് നോക്ക്, നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് പറ്റും, നിനക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ തളർത്തുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഡൗൺ ആയി പോണത്. നമ്മളെ നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യേ, അല്ലെങ്കിൽ നിനക്കിത് ഇങ്ങനെ ചെയ്താൽ ഇതിനും കൂടി ബെറ്റർ ആക്കാം എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ എന്താണ്, നമ്മളൊന്നും കൂടി നമ്മളുടെ ഉള്ള പോസിറ്റീവ് എനർജി ഒന്നും കൂടി കൂടും. അപ്പം നമ്മൾ പരമാവധി നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അതിലും ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. നമുക്ക് അറിയുന്നുണ്ടാവില്ല എങ്കിലും കൂടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കെങ്കിലും ചെയ്യും. ഇനി നമുക്കത് നടത്തി കാണിക്കാനൊന്നും കഴിയില്ല എന്ന് വിചാരിക്കാം, പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കും. പക്ഷെ അങ്ങനെ പരിശ്രമിക്കുമ്പോഴല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബെറ്ററായിട്ട് വരിക. അപ്പോൾ സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്, നമ്മളുടെ ബെറ്റർമെൻറ്റ് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. നമ്മളെ തളർത്തി നമ്മളൊന്നും അല്ലാതാക്കി മാറ്റുന്നിടത്തൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്, പലർക്കും അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും, പലരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ ഇങ്ങനെയൊക്കെ മോശമാക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുമോ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് എനിക്ക് കഴിയും എന്ന് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പറയാം. നമ്മൾ ചെയ്തിട്ട് നമുക്കത് സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. ഇതൊക്കെ എല്ലാവരും എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കെല്ലാം ബെറ്ററായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ തളർത്തലുകളൊക്കെ കേട്ടിട്ട് നമ്മൾ പിന്മാറി പിന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു ഉയർച്ച പ്രതീക്ഷിക്കരുത്.
നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ എത്ര നമുക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ആ പരിശ്രമിക്കുന്ന അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ വേണം എന്നൊരാഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നിടത്തല്ല, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വേണം നമ്മൾ സ്നേഹിക്കാൻ. നമുക്ക് പലരോടും ഇഷ്ടവും ആഗ്രഹവും മോഹവും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് നമ്മളോട് അതുപോലെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരോട് ഇടപഴകാനും അവരെ നമ്മുടെ കൂടെ ചേർക്കാനും നമ്മളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ. പലരും ചെയ്യുന്നത് എന്താണ്, പല സൗന്ദര്യത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ പല പല കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് അവരുടെ പുറകെ പോകും. പക്ഷെ അവർക്ക് ഇവരോട് ഒരു കടുകുമണിയോളം എന്ന് പറയാം, അത്ര പോലും തിരിച്ച് ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കരുതലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ തീർത്തും മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഓരോ ബന്ധങ്ങളിലും ചെന്ന് പെടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കുറേ ആളുകളാണ് പിന്നീട് നിരാശരായി ജീവിതം മടുത്ത് പുറകോട്ട് പോണത്. അത്തരം നിരാശയൊന്നും ആരുടെ ലൈഫിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന ഒരു കാഴ്ചയല്ല ഒരു സ്നേഹത്തിൻ്റെ അർത്ഥം ആണോ. നമ്മൾ പുറമേ കാണുന്ന പല കാര്യങ്ങളും ആകൃഷ്ടരായി പോകുമ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല. അത് പലരും മനസ്സിലാക്കണില്ല. ഈ പുറമേ കാണുന്ന ആകൃഷ്ടതയിൽ കൊണ്ട് ഒരാൾക്കും ഒരു സക്സസ് ലൈഫ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ള സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അതൊക്കെ അല്പകാലത്തേക്ക് അവർ ആ ഒരു ആകൃഷ്ടതയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ എപ്പോഴും വേണ്ടത് മനസ്സിൻ്റെ സൗന്ദര്യം, മനസ്സിൻ്റെ നന്മ തന്നെയാണ്. അത് മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നതൊക്കെ എന്താണ്, അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്. മനസ്സിൽ നന്മയില്ലാത്ത ഒരാൾക്കും ആരെയും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല, ആരുടെയും നന്മ കാണാൻ സാധിക്കില്ല, ആരെയും ചേർത്ത് നിർത്താൻ സാധിക്കില്ല. എല്ലാവർക്കും ഇതൊക്കെ അനുഭവത്തിൽ വരുന്നത് എന്താണ്, മനസ്സിന് നന്മയുള്ള ആൾക്കാരോട് കൂടി ചേർന്ന് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ബന്ധവും ഒരു ലൈഫൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ ബന്ധങ്ങളിലും നമ്മൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.